പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാനൊന്നും അല്ല ഹർഷ വന്നത്. ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചില്ലേ ദൈവം. ആന്റി, ദൈവം എന്ത് പഠിച്ചു? കുറച്ചു ദിവസമായി ചിലർ ആന്റിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാ ഇപ്പൊ കണ്ടത്. എന്തായാലും ശേഖരനെ ആന്റി സ്വീകരിച്ചില്ലേ, ഇനി അയാളെ കൂടി കുടുംബത്തിൽ ചേർത്ത് കൊണ്ടുപോകാൻ നോക്കണം. നീ എന്തു വർത്താനാ ഹർഷ ഈ പറയുന്നേ? നീ പറഞ്ഞിട്ട് ഞാൻ അയാളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാതിരുന്നത്. നാട്ടുകാർക്കിടയിൽ എനിക്ക് നാണക്കേടുണ്ടാവുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് അത് കറക്റ്റാ ആന്റി. അയാളെ ആന്റി വീട്ടിൽ കഴിയാൻ സമ്മതിച്ചതുകൊണ്ട് ഈ കാര്യം അധികം ആരും അറിഞ്ഞില്ല. മറിച്ചായിരുന്നെങ്കിലോ അയാള് വെളിയിലിറങ്ങി സത്യാഗ്രഹം ഇരിക്കുമായിരുന്നു. അവസാനം നാട്ടുകാരും പോലീസും കൂടി ചേർന്ന് അയാളെ ആന്റിയുടെ കുടുംബത്തിൽ തന്നെ കെട്ടിവെക്കുകയും ചെയ്യും. ഏയ്, അയാള് ബുദ്ധിമുട്ടിക്കാതെ പൊയ്ക്കോളാമെന്ന് പറഞ്ഞതാ. ആദ്യം ഒരു ദിവസം അവിടെ കഴിയണോന്ന് പറഞ്ഞു. അത് നടക്കില്ലെന്ന് തോന്നിയപ്പോ ഒരു നേരത്തെ ആഹാരം വേണമെന്ന് മക്കളോട് പറഞ്ഞു. അതിനിടയിലും ഞാൻ നിന്നെ വിളിച്ചില്ലേ ഹർഷേ? അപ്പോഴും നീ പറഞ്ഞതെന്താ? അയാളെ തൽക്കാലം വീട്ടിൽ നിർത്തുന്നത് നല്ലതാണെന്നല്ലേ? അതെ ആന്റി, ആ പറഞ്ഞതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. അല്ല, അത് ശരിയായില്ലെന്ന് ആന്റിക്ക് ഇപ്പൊ തോന്നാൻ കാരണം എന്താ? നീ അയാളെ കുടുംബത്തിൽ ചേർത്തോളാൻ പറഞ്ഞില്ലേ? എന്റെ പട്ടി പോലും അയാളെ മാനിക്കാൻ പോകുന്നില്ല ഹർഷേ. അതെനിക്ക് അറിഞ്ഞൂടെ ആന്റി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ആന്റി, ഈ പുതിയ സാഹചര്യത്തെ നമ്മൾ നേരിടും. അയാള് സ്വമേധയാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതുപോലെ ഞാൻ ഇപ്പൊ തന്നെ ഒരു ലക്ഷണരേഖ വരച്ചിട്ടുണ്ട്. അതിനപ്പുറവും ഇപ്പുറവും കടക്കില്ല അയാള്. എന്നോട് ചെയ്ത ദ്രോഹത്തിനൊക്കെ എണ്ണി എണ്ണി ചോദിക്കും ഞാൻ. അവളെ സൂക്ഷിക്കണം ആന്റി. ആ അനുപമേ, അവളെ അയാളെ ഉപയോഗിച്ച് അവിടെ പുതിയൊരു കുടുംബം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും അനുവദിക്കരുത്. ഇല്ല ഹർഷേ, അവിടെ അയാളെ വിളിച്ചു കയറ്റിയത് അവളാ. അതിനവൾ അനുഭവിക്കും. അവള് മാത്രമല്ല, അവളുടെ തന്തയുണ്ടല്ലോ, അയാളും അനുഭവിക്കും. ശേഖരനിലൂടെ ഇന്ദ്രന്റെ പെറ്റമ്മയെ കണ്ടെത്തലായിരിക്കും അനുപമയുടെ അടുത്ത ലക്ഷ്യം. അതിലൂടെ അവൾ ഇന്ദ്രനെ അവന്റെ അമ്മയുമായിട്ട് അടുപ്പിക്കും. അതെല്ലാം ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് ഹർഷേ. പക്ഷേ ഇന്ദ്രന്റെ അമ്മയെക്കുറിച്ച് ശേഖരൻ മിണ്ടില്ല. ആ നാവ് ഉയരില്ല ഹർഷേ. അതിനെന്താ വേണ്ടതെന്ന് സുശീലയ്ക്കറിയാം. അച്ഛനുള്ള ഫുഡല്ലേ സോനെ? അതെ, 3 ചപ്പാത്തി മതിയാവില്ല ഏട്ടത്തി? മതിയാവും. ദാ ഈ ഫ്ലാസ്ക് കൂടെ അവിടെ കൊണ്ട് വെച്ചേക്കണേ. രാത്രി ചൂടുവെള്ളം കുടിക്കണം തോന്നിയാലോ. ഏട്ടത്തി കൊണ്ട് കൊടുക്കൂ. എനിക്കെന്തോ അടുത്തേക്ക് പോകാനൊരു മടി. എന്താ സോനെ ഇത്? നിന്റെ അച്ഛനല്ലേ? മരിച്ചു പോയെന്ന് വിചാരിച്ച ആളെ തിരിച്ചു വന്നാ 2 കൈ നീട്ടി സ്വീകരിക്കല്ലേ വേണ്ടത്? അതൊക്കെ ശരിയാ ഏട്ടത്തി. പക്ഷെ എന്തോ മനസ്സുകൊണ്ടങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. അതുവരെ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തന്നേരെ പ്ലീസ്. ഇപ്പൊ ഞാൻ കൊണ്ടേ കൊടുത്തോളാം. പക്ഷേ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്ന അടുക്കാൻ പ്രയാസമായിരിക്കുവേ. നീയും സത്യനൊക്കെ അച്ഛന്റെ ഭാഗത്തുനിന്ന് കൂടെ ചിന്തിക്കണം സോനെ.